ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സേമിയ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണല്ലോ അല്ലേ. അപ്പം കാഷ്നട്ടൊക്കെ ഇവിടെ റെഡിയായി വന്ന സമയത്ത് ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ ആ നെയ്യിലേക്ക് തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് സേമിയ നമ്മൾ ചേർത്ത് കൊടുക്കാം. സേമിയ എടുത്തിട്ടുള്ളത് ആ വണ്ണമുള്ള സേമിയ ഇട്ട് എടുത്തിട്ടുള്ളത്. കനം കുറഞ്ഞ സേമിയ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേകാനായിട്ട് ഒരല്പം താമസം ഉണ്ടാവും കേട്ടോ. അപ്പം ഈ സേമിയ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും കരിഞ്ഞു പോയാൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി ഇതുപോലെ ആയാൽ മതി. ഈ ഒരു ചെറിയൊരു കളർ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1/2 ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. ഈ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പാല് നിങ്ങൾക്ക് കവർ പാല് ചിലപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകലൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള പാലാണ് കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യത്തോടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സേമിയ ഒന്ന് തിളച്ച് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും. 1/2 ലിറ്റർ പാല് മാത്രമാകുമ്പോൾ വറ്റിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർത്തത്. ഈ വെള്ളം തിളച്ച് ഈ സേമിയ പോകുന്ന സമയത്ത് വെള്ളവും വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പായസത്തെ വെറൈറ്റി ആക്കുന്ന ഒരു ചേരുവ ചേർത്തിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പായസങ്ങളിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അനിവാര്യം ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ഇനി മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ചേർത്തിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ മധുരം കുറവ് മതിയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര കൂടി മെൽറ്റാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ചേരുവ ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈ ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസം സേമിയ പായസം റെഡിയാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഈ സേമിയ പായസത്തിലേക്ക് ഈ ബീട്രൂട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് എടുത്തത്. അതൊരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. അരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു അരിപ്പയിലത് ഒന്നുകൂടെ ഒന്ന് നെക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം നല്ലൊരു പിങ്ക് കളറിൽ നല്ലൊരു അടിപൊളി പായസം നമുക്ക് കിട്ടും. ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ നീര് ചേർക്കുമ്പോൾ നിങ്ങൾ കരുതും സേമിയ പായസം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റല്ലേ കുടിക്കാൻ പറ്റൂലല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ലൊരു അടിപൊളി സേമിയ പായസമാണ്. അപ്പം ഇങ്ങനെ റെഡിയാക്കാത്തവർ ഒരു പ്രാവശ്യങ്ങളും റെഡിയാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സൂപ്പർ വെറൈറ്റി ഓണപ്പായസമായിട്ട് കരുതാം കേട്ടോ. അപ്പോൾ അതായത് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി ഒരുപാടിട്ട് വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പായസങ്ങളിലേക്ക് മുന്തിരി വറുത്ത് ചേർക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഇതൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.